ഹായ് മക്കളെ, 10ാം ക്ലാസ്സിന് ശേഷം ഭാവിയിൽ എന്താവണമെന്ന ചോദ്യം നിങ്ങളിൽ പലർക്കും ഈ മൊമെൻറ്റിൽ തന്നെ കേട്ടു തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളിൽ പലരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം, ഈ ചോദ്യമൊക്കെ ഇപ്പോൾ ഇവന്മാരെന്തിനാ എന്നോട് ചോദിക്കുന്നത്? നമ്മുടെ കരിയറിനെ കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ട സമയം +2 ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കുന്ന മക്കളാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും. സോ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഫുൾ A1 അല്ലെങ്കിൽ ഫുൾ A+ ഉറപ്പിക്കുക എന്നതിൽ തന്നെ ആയിരിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഭാവിയിൽ ഞാൻ എന്തായി തീരണമെന്ന തീരുമാനങ്ങൾ നിങ്ങൾ ഈ 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ എടുക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ NDA പോലുള്ള എക്സാമുകൾ എഴുതി ഡിഫൻസിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഏറ്റവും ക്രൂഷ്യലായ ഡിസിഷൻ ഈ മൊമെൻറ്റിൽ എടുത്താൽ മാത്രമേ നമുക്ക് +1 +2 ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്കെല്ലാം അതിൻ്റെ കൂടെ തന്നെ പാരലി തയ്യാറെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നീറ്റ്, JEE, KEAM, QET, NDA തുടങ്ങിയ പരീക്ഷകളെല്ലാം +2 കൂടെ തന്നെ പാരലി പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷകളാണ്. അപ്പോൾ അടുത്തൊരു സംശയം പലരുടെയും മനസ്സിലുണ്ടാവുന്നത്, സാർ 10ാം ക്ലാസ് തന്നെ വളരെ ഭാരിച്ചൊരു സിലബസ് ആണ്, സോ അത് പഠിച്ചെടുക്കാനുള്ള പെടാപ്പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ +1 +2 എന്നെ കാത്തിരിക്കുന്ന സിലബസിൻ്റെ വലുപ്പം എനിക്കിപ്പോൾ തന്നെ ഊഹിക്കാവുന്നതാണ്. സോ ആ വലിയ സിലബസിൻ്റെ കൂടെ എങ്ങനെയാണ് പാരലി ഈ പറയുന്ന പോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക? ഇപ്പോൾ നീറ്റും, JEEം, QETും, KEAMനും ഒക്കെ ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ +2 പഠനത്തെ അല്ലെങ്കിൽ +1 +2 പഠനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുകയില്ലേ എന്ന സംശയം പലരുടെയും മനസ്സിലുണ്ടാവും. മക്കളെ, +2 ഈ 10ാം ക്ലാസ് പോലെ ഫുൾ A+നോ ഫുൾ A1നോ വേണ്ടിയല്ല നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കുന്ന ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. സോ ആ ഫുൾ മാർക്ക് നേടിയ കഴിഞ്ഞ വർഷത്തെ സൈലത്തിൻ്റെ സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ ഇൻ്റർവ്യൂസ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. സോ അവരുടെ ഇൻ്റർവ്യൂസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി മക്കളും സൈലത്തിൻ്റെ നീറ്റ്, JEEയുടെ കിങ്സ് 11, സൂപ്പർ കിങ്സ് തുടങ്ങിയ ബാച്ചുകളിൽ അഡ്മിഷൻ എടുത്ത് പാരലലി നീറ്റും JEEയും തയ്യാറെടുക്കുന്ന മക്കളാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും +1 +2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആവുന്ന സാഹചര്യത്തിലും അതിനേക്കാളും എത്രയോ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അത്രയും കോൺഫിഡൻസ് ഉള്ള മക്കളാണ് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് പാരലി തയ്യാറെടുക്കുന്ന മക്കൾ. അവർക്ക് ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളല്ല. സോ അവർക്ക് ഏറ്റവും മികച്ച മാർക്ക് ബോർഡ് എക്സാമിന് കൂടി ഉറപ്പിക്കാൻ ഈ ഒരു പാരലലി ഉള്ള പഠനം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം സിലബസ് സെയിം ആണ്, കുറച്ചുകൂടി നിലവാരം കൂടിയ ചോദ്യങ്ങളും കോണ്ടന്റുകളുമാണ് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷനെ മോശമായിട്ടല്ല ബാധിക്കുക, മറിച്ച് അതിനെ കുറച്ചുകൂടി മികവുറ്റതാക്കിയിട്ട് മാറ്റാനാണ് സഹായിക്കുക എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ അടുത്തൊരു ചോദ്യം, സർ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുപ്പിക്കുന്ന കോഴ്സ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കില്ലേ? അത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ എന്നായിരിക്കും പല മക്കളും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ശരിയല്ലേ? പക്ഷെ മക്കളെ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോടുകൂടി ₹1 പോലും മുടക്കാതെ 100% സ്കോളർഷിപ്പോടുകൂടി സൈലം സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് +1 +2 കൂടെ പാരലലി പഠിക്കാൻ സാധിക്കും. സോ അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട സൈലത്തിൻ്റെ സ്കോളർഷിപ്പ് ടെസ്റ്റാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി ഈ വർഷത്തെ ആദ്യത്തെ നെസ്റ്റ് എക്സാം നടക്കാൻ പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 13-ാം തീയതിയാണ്. നെക്സ്റ്റ് എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചൊന്നും നിങ്ങൾ ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. കറൻ്റ്ലി നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസും അതുപോലെ തന്നെ 9th നിങ്ങൾ പഠിച്ചിട്ടുള്ള സിലബസും ഓറിയൻറ്റഡ് ആയ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നെക്സ്റ്റ് എക്സാമിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഏറ്റവും മികച്ച വിജയം നെക്സ്റ്റ് എക്സാമിൽ കരസ്ഥമാക്കുക. 100% സ്കോളർഷിപ്പോടുകൂടി ഈ പറയുന്ന പോലെ സൈലം സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ ഡ്രീം ജോബിലോട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിന് നിങ്ങളുടെ ഒരു എഫേർട്ട് കൂടി അതിൻ്റെ കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ട് പരീക്ഷ എഴുതുക. സോ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് QR കോഡ് നമ്മുടെ സ്ക്രീനിനകത്ത് കാണാൻ സാധിക്കും. എല്ലാവരും QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക, ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.